ഈ എം ജെ ആയിട്ട് ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട്. അതിലും ഒരു റെക്കോർഡ് ഇപ്പോൾ സുദീപേട്ടൻ തന്നെ പറയാറുള്ള റെക്കോർഡ് എന്ന് പറയുന്നത് ശ്രേയ ഘോഷാലുമായിട്ട് ആദ്യത്തെ യുഗ്മഗാനം പാടിയത് സുദീപേട്ടനാണെന്ന് പറയുന്ന ഒരു ക്രെഡിറ്റ്. അത് മാത്രം ഇനി ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം ഒരുപാട് പാട്ട് ശ്രേയജിയായിട്ടും പാടിയിട്ടുണ്ട്. ഞാൻ തന്നെ 4 പാട്ട് പാടിയിട്ടുണ്ട്. ഇനി ചിലപ്പോൾ 40ഓ 50ഓ പാട്ടുകൾ പാടുന്നവരുണ്ടാവും ഭാവിയിൽ. പക്ഷേ ആദ്യത്തെ പാട്ട് ഇനി വേറെ ആർക്കും പാടാൻ പറ്റില്ല എന്നുള്ള ഒരു അഭിമാന ബോധത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. എം ജെ ആയിട്ട് ഒത്തിരി പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സുദീപേട്ടൻ്റെ ഹിറ്റ് പാട്ടുകളിൽ കൂടുതലും എം ജെ ആയിട്ട് ചെയ്തതാണെന്ന് തോന്നുന്നു. ആദ്യ കാലങ്ങളിൽ പല സംഗീത സംവിധായകരും അവസരം തന്നിട്ടുണ്ടെങ്കിലും ജയൻ ചേട്ടനായിട്ടുള്ള അസോസിയേഷൻ മുതലാണ് ഈ സൂപ്പർ ഹിറ്റായ പാട്ടുകൾ എന്ന്, പ്രത്യേകിച്ച് സൂപ്പർ സ്റ്റാർ ഫിലിംസ്, മോഹൻലാലിൻ്റെ, ലാലേട്ടൻ്റെ സിനിമകൾ, ബിഗ് ബഡ്ജറ്റ് സിനിമകളിലൊക്കെ എനിക്ക് അവസരങ്ങൾ അങ്ങനെയാണ് വന്നത്. ആ പാട്ടുകളെല്ലാം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു കോംബോ എന്ന രീതിയിൽ ആളുകളെല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു പാട്ട് എം ജെയുടെ ഏതെങ്കിലും പാടിയാൽ മതി. എൻ്റെ ശാരികേ പറയാതെ പോകയോ നിലാവിലെ നിഴൽ മേടയിൽ പാതിമാഞ്ഞ പാട്ടു ഞാൻ പെയ്തൊഴിഞ്ഞുവോ കുളിരുന്നോരോർമകൾ കിനാവിലെ കിളിവാതിലിൽ കാത്തിരുന്ന സന്ധ്യ ഞാൻ. സുദീപേട്ട, ഈ സ്റ്റൈലിലുള്ളൊരു വർത്താനം അല്ലാതൊരു സുദീപേട്ടനുണ്ട്. ഭയങ്കര കോമഡി പറയുന്ന ഒരാളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തമാശയ്ക്ക് അപ്പുറത്തേക്ക് മിമിക്രിയെ കുറിച്ചൊരു കാര്യം പറയുന്നതിൽ പാട്ടിനെയും കൂടെ ചേർത്തിട്ട് സുദീപേട്ടൻ പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പാട്ടെന്ന് പറയുന്നത് തന്നെ ഒരു മിമിക്രി അല്ലേ എന്നാണ് ചോദിക്കുന്നത്. ശരിക്കും സത്യത്തിൽ അങ്ങനെ ആ ആസ്പെക്റ്റിൽ ആലോചിക്കുന്ന ഭയങ്കര രസമുള്ളൊരു പരിപാടിയല്ലേ? സംഗീത സംവിധായകർ പാടിത്തരുമ്പോൾ, നമ്മൾ പാടുമ്പോൾ നമ്മുടെ ശബ്ദം ഉണ്ടെങ്കിലും അവരുടെ ശൈലിയിൽ പാടുമ്പോഴാണ് ഭൂരിഭാഗം ആളുകൾക്കും ഇഷ്ടപ്പെടുന്നത്. അത് ഇന്ന് തുടങ്ങിയതല്ല, എല്ലാ കാലത്തും ഉള്ളതാണ്. അത് പഴയ കാലത്തെ പാട്ടുകൾ ശ്രദ്ധിച്ചാൽ അറിയും. ബാബുരാജ് സാറിൻ്റെ പാട്ടുകളിൽ ആദ്യകാലങ്ങളിൽ നമ്മളെ ഇന്നത്തെ വളരെ സീനിയറായ പ്ലേബാക്ക് സിംഗേഴ്സൊക്കെ പാടുമ്പോഴും ബാബുക്ക പാടുന്നതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് ഫീൽ ചെയ്യും. ദേവരാജൻ മാസ്റ്റർ പാട്ടുകൾ ആദ്യകാലങ്ങളിൽ പാടിയിരുന്ന അന്നത്തെ യുവഗായകരുടെ ആലാപനത്തിലെല്ലാം ദേവരാജൻ മാസ്റ്ററുടെ ആലാപന ശൈലിയുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് ഇപ്പോൾ യേശുദാസ് സാർ തന്നെ പാടുന്ന നോക്കിയാൽ അറിയാം. രവീന്ദ്രൻ മാസ്റ്റർക്ക് പാടുന്നതും ജോൺസൺ മാസ്റ്റർക്ക് പാടുന്നതും ഔസേപ്പച്ചൻ സാറിന് പാടുന്നതും ഒരേ കാലഘട്ടത്തിലാണെങ്കിലും 3 ആലാപന ശൈലിയുണ്ട്. ആലാപന ശൈലി എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അവർ പാടുന്നതിലുള്ള അവരുടെ ശബ്ദത്തിൻ്റെ ഒരു അംശം പോലും കടന്നു വരാറുണ്ട്. ബോധപൂർവമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോഴാണ് ആ പാട്ടുകൾക്ക് വ്യത്യസ്തത ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മളും പാടുമ്പോൾ ഏതൊരു സംഗീത സംവിധായകന് പാടുമ്പോഴും അവരുടെ ഒരു രീതിക്കനുസരിച്ച് പാടുമ്പോൾ അതിനകത്തൊരു അനുകരണം എന്നുള്ളത്, ഈ നമ്മൾ ഈ പറയുന്ന മിമിക്രി എന്ന് പറഞ്ഞ കല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാളുടെ ഡയലോഗ് അതുപോലെ പറയുന്ന പോലെയല്ല, അതേ മോഡുലേഷൻ പറയുന്ന പോലെയല്ല. ഒരു സംഗീതം ഒരാൾ പറഞ്ഞു തരുമ്പോൾ അതേപോലെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഇമിറ്റേറ്റിംഗ് എന്നുള്ളതാണ്. ഇമിറ്റേഷനകത്ത് ഒരുപാട് കാര്യങ്ങൾ കൂടി അഡീഷണലായിട്ട് വരുമ്പോഴേ അത് മ്യൂസിക്കലാവുന്നുള്ളൂ. സംഗീതത്തിലിപ്പം ഈ പറഞ്ഞ പോലെ മോഡുലേഷൻസ് അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക, മ്യൂസിക്കിൽ എന്തൊക്കെ ടെക്നിക്കാലിറ്റീസ് ഉണ്ടോ അതെല്ലാം ചേരുകയും ആ അക്ഷരങ്ങൾ അതുപോലെ കൃത്യമായി പറയുകയും ആ ഭാവം കൊണ്ടുവരിക എല്ലാം കൂടി ചെയ്യുമ്പോഴേ ഈ പറഞ്ഞ റെൻഡറിങ് എന്ന് പറഞ്ഞ പരിപാടി പൂർണ്ണമാവുന്നുള്ളൂ. എങ്കിലും അതിനകത്ത് ഒരു അനുകരണം എന്ന് പറഞ്ഞ സാധനമുണ്ട്. പക്ഷേ ഈ അനുകരണം എന്ന് പറയുന്നത് അതിരുവിട്ടതാകുമ്പോഴാണ് ആളുകൾക്ക് ദഹിക്കാതെ ആവുന്നതും അതിൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഏതൊരു ഗായകനെ നമ്മൾ മുൻകാലത്തുള്ള ആളുകളെ മനസ്സിൽ വെച്ച് പാടുമ്പോൾ ആ അനുകരണം മനസ്സിലുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആ അനുകരണം എന്ന് പറയുന്നതിൻ്റെ ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ അതിൻ്റെ ആ ശബ്ദം അതേപോലെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ഒരാളുടെ ശബ്ദം അതേപോലെ അദ്ദേഹം പാടുന്നത് പിന്നെ ബ്ലൈൻഡായിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് പാടിക്കഴിഞ്ഞാൽ അതിൽ ആത്മാവുണ്ടാവില്ല. അത് നമ്മുടെ ഈ തൊണ്ടയിൽ കൂടെ വന്ന് നാവിലൂടെ വന്നങ്ങ് കേട്ട് ആളുടെ ചെവിയിൽ കേട്ടങ്ങ് പോകും. പക്ഷേ ആ ചെവിയിൽ നിന്ന് ഉള്ളിലേക്ക് കടന്ന് മറ്റൊരാളുടെ ഹൃദയത്തിൽ തുടരണമെങ്കിൽ നമ്മൾ പാടുന്നതും നമ്മുടെ ഹൃദയത്തിൽ നിന്നാവണം. പാട്ട് ബ്രേക്ക് കൊണ്ടുവരാം കൈതോലപ്പായ കൊണ്ടുവാം അന്ത്യാളൻ കാവിൽ കൊണ്ടുവാം. പുല്ലാനിക്കാടും കാണാം വെള്ളാമ്പൽ പൂവും മാനോടും മേട്ടിൽ കൊണ്ടുവാം.
പെണ്ണേ കൊണ്ടുവരാം കൊണ്ടുവരാം കൈതോലപ്പായ കൊണ്ടുവരാം. ഉം. ഇനി മൊത്തത്തിൽ ഈ വർത്താനങ്ങൾക്കൊരു ബ്രേക്കാണ്. ഇനി സുധീവേട്ടൻ്റെ കഥകളാണ് എനിക്ക് കേൾക്കേണ്ടത്. എന്ത് കഥയാണ്? എന്തെല്ലാം കഥ പറയുമെന്നറിയാമോ? സുധീവേട്ടൻ്റെ കഥയിൽ ഏറ്റവും രസം എന്താണെന്നറിയാമോ? ഈ കോൺവെർസേഷൻ ഭയങ്കര രസമായിട്ട് അത് അവരുടെ ശബ്ദത്തിൻ്റെ ടെക്സ്ചർ ഉണ്ടാവും, പക്ഷെ ഒരിക്കലും വോയിസ് ഇമിറ്റേഷൻ അല്ല. വിദ്യാരൺ മാസ്റ്ററെയൊക്കെ ശബ്ദം അനുകരിക്കുകയും ദേവരാജ മാസ്റ്ററുടെ ശബ്ദമൊക്കെ കേൾപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് അവരൊക്കെ മുമ്പിൽ വരുന്നതിൻ്റെ ഒരു പിക്ചർ കിട്ടും. പക്ഷെ എന്നാൽ അത് ശബ്ദാനുകരണമല്ല, ഒരു മാനറിസത്തെ ഇങ്ങനെ എടുക്കലാണ്. നമ്മൾ കണ്ടതിൻ്റെ കുറച്ച് ദിവസം മുമ്പാണ് മാഷ എന്നെ വിളിച്ചിട്ട് പറയുന്നത്, ആ ഒരു റെക്കോർഡിംഗ് ഉണ്ട്, പാടാൻ ഉണ്ടോ പെട്ടെന്ന്, ഇവിടെ ഇത്ര ഫാസ്റ്റാണല്ലോ പറയാം. അപ്പം നമ്മൾ മാഷ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ 12-ാം തീയതി എന്ന് പറയാനുള്ളൊരു സമയം മാഷ എടുക്കില്ല. അപ്പം ഞാൻ ചോദിച്ചു, മാഷെ എന്ത് പാട്ടാണ്, ഡിവോഷണൽ അല്ലേന്ന് ചോദിച്ചപ്പോൾ കിഷ്. എനിക്ക് കാര്യം മനസ്സിലായി, പക്ഷെ വേറെ ഒക്കെ ചിലപ്പോൾ മനസ്സിലാവില്ല. ക്രിസ്ത്യൻ ഡിവോഷണൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഓരോ ആൾക്കും. ദേവരാജ മാസ്റ്റർ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്ന ആളായിരുന്നു. ഇത്രയും ഘനഗംഭീരനായ ഒരു മനുഷ്യനാണെന്ന ശബ്ദം കേട്ടാൽ നമുക്ക് തോന്നില്ല. ആ നീ അവിടെ നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നീ അവിടെ നിൽക്കുന്നത് പറയുന്നതിനേക്കാൾ പവർഫുള്ളാണ് ആ ശബ്ദത്തിൽ. ആ കമാൻഡ് ഉണ്ട്. അപ്പം മാഷ് ദേഷ്യപ്പെട്ടാലും എടാ ഇത്രയും വിളിച്ചാൽ മതി, നമ്മൾ അവിടെ അപ്പം വിറയ്ക്കും. ഇതെല്ലാം നമ്മൾ കണ്ടും കേട്ടും ഇവരുടെയൊക്കെ ഓരോ സംഭവങ്ങളും മനസ്സിൽ കിടക്കാണല്ലോ. അതുകൊണ്ട് ഇവരെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെയുള്ള സാഹചര്യത്തിൽ സംസാരിക്കുമ്പോൾ അവരൊരു കാര്യം പറയുമ്പോൾ അവരുടെ ശൈലിയിൽ ഞാൻ പറയുന്നതെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും അവരോടുള്ള എല്ലാ സ്നേഹ ബഹുമാനങ്ങളോടും കൂടി തന്നെയാണ് ഇത് പറയുന്നത് പലപ്പോഴും. ദേവരാജ മാസ്റ്ററുടെ ഒരുപാട് കഥകളുണ്ട് രസമുള്ള. മാസ്റ്ററെ കാണാൻ വേണ്ടി ഒരാള് പണ്ട് വീട്ടിലേക്ക് ചെന്നു എന്ന് പറയുന്നത്. അപ്പോൾ ചെന്നപ്പോൾ മാസ്റ്റർ അവിടെ സിറ്റ് ഔട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ദൂരെ നടന്നു വരുന്ന ആള് ഈ കാല് മണ്ണിൽ പതിയുന്ന ശബ്ദം പോലും കേൾക്കരുതെന്നുള്ള ഭാവത്തിലാണ് നടക്കുന്നത്. അമിത വിനയം എന്ന് പറഞ്ഞാൽ പോരാ, അത്ര ഇങ്ങനെ താഴ്ന്നു കേണാ വരുന്നത്. വന്നിട്ട് മതിലിൻ്റെ അവിടെ നിന്ന് സൈഡിൽ കൂടെ വന്ന് ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ ആരും അറിയാതെ ഇങ്ങനെ പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ ഓടാമ്പലെടുക്കുന്നു. എന്നിട്ട് പതുക്കെ തള്ളി തുറന്നിട്ട് ഇങ്ങനെ അവിടുന്ന് കുനിഞ്ഞ് വരിക. അപ്പം മാസ്റ്റർ വിട്ടിരുന്നോണ്ട് പൊക്കോ. അപ്പോൾ ഇവിടെ വേറെ ആരോ ഉണ്ട്, നീ പൊക്കോ. അപ്പം എന്തിനാ ഒരാൾ വരുന്ന ആൾ എന്തിനാ വരുന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ മറ്റേ ആൾ ചോദിച്ചു, എന്താ മാസ്റ്ററെ പറഞ്ഞത്? വിനയം കണ്ട അറിഞ്ഞൂടെ, പാട്ടുകാരനാ. ഓ അങ്ങനെയാണ്. അല്ലെ അത്രയും വിനയത്തിന്റെ ആവശ്യമില്ല ഒരാളെ സമീപിക്കുമ്പോൾ. വളരെ സ്ട്രെയിറ്റ് മാസ്റ്റർ അങ്ങനെ ആയിരുന്നു. മാസ്റ്റർക്ക് അമിത വിനയം ഇഷ്ടമല്ല, ഈ എന്തെങ്കിലും കുറുക്ക് വഴിയിലൂടെ അവിടെ ചെല്ലുന്നതൊന്നും ഇഷ്ടമല്ല. നേരിട്ട് ഒരാളെ ചെന്നിട്ട് ഇപ്പോൾ രജനീഷ് എന്നിട്ട് മാസ്റ്റർ, ഞാൻ രജനീഷ് മാസ്റ്റർ പാട്ടുകളൊക്കെ കേൾക്കുന്ന ആളാണ്, ഈ മാസ്റ്ററോട് സംസാരിക്കും, ഇരിക്കും, വളരെ സുഖമായിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കും. എത്ര സമയം വേണമെങ്കിലും രജനീഷിനോട് സംസാരിക്കാൻ മാസ്റ്റർക്ക് ഒരു മടി ഉണ്ടാവില്ല. പക്ഷേ അവിടെ ചെന്ന് സൈഡിലൊക്കെ തലയൊക്കെ ചൊറിഞ്ഞ് മാഷേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്ന് ഞാൻ ഗെറ്റ് ഔട്ടാണ്.